ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ദൈവം എന്നോട് ഇടപെട്ട ഈ ഒരു വചനം ഹല്ലേലൂയ നിങ്ങളിലേക്കും പകർന്നു തരുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? ഇസ്രായേലിനോടുള്ള പ്രവാചകന്റെ നാവിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിച്ച 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അപ്പൊ കാര്യം തീർക്കുന്ന ഒരു നാൾ നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള ആ വാസ്തവമേറിയ സത്യം നാം മറന്നു പോകരുത്. കാര്യം തീർക്കുന്ന നാൾ, ആ നാൾ ചെറിയ നാളല്ല. ഹല്ലേലൂയ, സ്തോത്രം. മലാഖി പ്രവചനത്തിൽ മലാഖി പറയുന്നത് പോലെ, പ്രവാചകൻ പറയുന്നത് പോലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. യെശയ്യാ പ്രവാചകൻ അത് പ്രവചിച്ചു വരുമ്പോൾ പ്രതികാര ദിവസവും പ്രസാദ വർഷവും എന്ന് പറഞ്ഞ് ആ ദിവസത്തെ പറയുന്നു. പത്രോസ് തന്റെ ഭാഷയിൽ പറയുമ്പോൾ കള്ളനെ പോലെ ആ നാൾ വരുന്നു എന്ന് പറയുന്നു. പിന്നെ പലരും ഹല്ലേലൂയ ദൈവാത്മാവ് പലരിൽ കൂടിയും പല രീതിയിൽ ആ ദിവസത്തെ ഹല്ലേലൂയ നമ്മളോട് ഹല്ലേലൂയ വിശദീകരിക്കുമ്പോൾ ഇന്ന് പകൽകാലം യെഹെസ്കേൽ പ്രവാചകനിൽ കൂടി നമ്മളോട് ചോദിക്കുകയാണ്, കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. സ്തോത്രം. ആ നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കും. നീ ധൈര്യത്തോടെ നിനക്ക് നിൽക്കുവാൻ സാധിക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വൈകുന്നേരമായി ഈ സമയത്ത് ഹല്ലേലൂയ നാം നമ്മളോട് തന്നെ അല്പം മുമ്പേ പാസ്റ്റർ പറഞ്ഞതുപോലെ, അയ്യോബിന്റെ പുസ്തകം എടുത്തിട്ട് പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ഒന്ന് നോക്കുവാൻ. ഈ കാലഘട്ടത്തിൽ ഈ നാളുകളിൽ നമുക്കറിയാമല്ലോ, ലോകമെല്ലാം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങും സ്വസ്ഥതയോ സമാധാനമോ ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ റീലിൽ നോക്കിയപ്പോൾ ഒരു 25 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരുത്തൻ ഇരുന്ന് പറയുകയാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാനാണ് മശിഹ. എത്ര പേർ കണ്ടു? പാസ്റ്റർ കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു 25 വയസ്സുണ്ടോന്ന് അറിയത്തില്ല. മീശ പോലും അവന് നേരെ ചൊവ്വേ മുളച്ചിട്ടില്ല. സത്യമാണ്. എനിക്ക് ചില കമന്റ്സ് ഒക്കെ ഇടണമെന്ന് എനിക്കങ്ങ് തോന്നി. പിന്നെ അവൻ തന്നെ പറയുന്നുണ്ട്, യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്ന നിമിഷം അവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു എന്നൊക്കെ പറയും. ഇതെല്ലാം പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത്, എനിക്ക് ദൈവപുത്രൻ ഉള്ള അംഗീകാരം ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ മശിഹായായിട്ട് ഏറ്റുകൊള്ളാൻ ഞാൻ വന്നു കഴിഞ്ഞു. ഞാൻ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അറിയാം. അവൻ എന്താ പ്രതിസന്ധി എന്ന് അറിയത്തില്ല. പക്ഷെ വചനം അറിയാവുന്നവരെല്ലാം അതിന് ഇട്ടിരിക്കുന്ന ഓരോ കമന്റ്സ് കണ്ടാൽ ഹല്ലേലൂയ, സ്തോത്രം. പിശാചൻ ഭയങ്കരമായിട്ട് ഈ ലോകത്തിൽ ആത്മീയ ഗോളത്തെയും ഈ ലോകത്തെയും തകർത്തെറിയുവാൻ അവന്റേതായ സകല തന്ത്രങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവമക്കളാകിയ നമ്മളോട് ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുകയാണ്, കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ എന്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുമോ? പാസ്റ്റർ ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. മണവാളൻ വരുമ്പോ നീ എങ്ങനെ നിൽക്കും? മണവാട്ടിയായ നീ എങ്ങനെ നിൽക്കും ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ സ്വർഗം തന്നിരിക്കുന്ന വചനവും ആ ഒരു ചോദ്യവും തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വർഗത്തിലെ ആത്മാവിന് ഈ രാത്രിയുടെ യാമത്തിൽ തരുന്ന ഒരു ആലോചന, ധൈര്യത്തോടെ നിൽക്കുവാനുള്ള കൃപ നീ പ്രാപിച്ചിട്ടുണ്ടോ? ദാസി പാടിയപ്പോൾ ഇങ്ങനെ പാടി, ഹല്ലേലൂയ, കൃപയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പാടി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ധൈര്യത്തോടെ നമ്മളെ നിർത്തുന്ന ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടതിനും എന്റെ കൈകളെ ഞാൻ കുറ്റമില്ലായ്മയിൽ കഴുകി നിന്റെ യാഗപീഠ ഞാൻ വലം വെക്കുന്നു. ഇന്നു രാത്രിയുടെ യാമത്തെ പ്രിയ ദൈവജനമേ, നമ്മുടെ കൈകളെ ഒന്ന് കുറ്റമില്ലായ്മയിൽ കഴുകിക്കൊണ്ട് ആ ക്രൂശിനെ ഒന്ന് വലം വെക്കുവാൻ നാം തയ്യാറാകുകയാണെങ്കിൽ ഹല്ലേലൂയ,
കാര്യം തീർക്കുന്ന ഒരു നാൾ നമ്മുടെ മുൻപിലുണ്ട്. അന്ന് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ, അന്ന് അനുഗ്രഹിക്കപ്പെട്ടവളെ, അനുഗ്രഹിക്കപ്പെട്ടവനെ എന്നുള്ള വിളിക്ക് നാം യോഗ്യരായി തീരണമെങ്കിൽ, നാം ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്കൊരു പ്രാപ്തി വേണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കേണ്ട കാലഘട്ടത്തിലാണ് നാം വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ, മറ്റുള്ളവനിലേക്ക് വിരൽ ചൂണ്ടുന്ന കാലഘട്ടങ്ങളെല്ലാം മാറിപ്പോയി. പാസ്റ്റർ പറഞ്ഞതുപോലെ കണ്ണിലിരിക്കുന്ന കോലും കണ്ണിൽ വെച്ചിട്ട് കരടുണ്ണവന്റെ കണ്ണിലെ കരടെടുക്കുവാൻ നോക്കുന്ന കാലഘട്ടമെല്ലാം പോയി. ഇനി അതിനൊന്നുമുള്ള സമയങ്ങളില്ല. നീയും ഞാനും വല്ല വിധേനയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വല്ല വിധേനയും ഒന്നവിടെ ചെന്നെത്തണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയുടെ യാമത്തിൽ കാര്യം തീർക്കുന്ന നാളിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുമോ? നമുക്ക് തന്നെ നമ്മളോടൊന്ന് ചോദിക്കാം, എന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? എന്റെ കരങ്ങളിൽ കറയില്ലാതിരിക്കുമോ? ഹല്ലേലൂയ. യോബ് 31 അധ്യായത്തിൽ യോബ് പറയുന്നു, എന്റെ കണ്ണുപോയ പോക്കിൽ എന്റെ കാലടി പോയിട്ട്, എന്റെ ഹൃദയം പോയിട്ട്, എന്റെ കാലടി തെറ്റിയിട്ടുണ്ടെങ്കിൽ, കണ്ണുപോയ പോക്കിൽ ഹൃദയം പോകും. ദൈവമക്കളെ, ഹൃദയം പോയിട്ടുണ്ടെങ്കിൽ കാലടി തെറ്റുമെന്ന് നാം മറന്നു പോകരുത്. കാലടി തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ യോബ് പറയുന്ന എന്റെ കൈകളിൽ വല്ല കറയും വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽകാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ ലോകത്തിലെ വിടുതലുകളൊക്കെയും അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി ഭൂമിയിൽ നാം പ്രാപിച്ചെടുക്കാനുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് അവന്റെ മുൻപിൽ ഒന്ന് ധൈര്യത്തോടെ നിൽക്കണം. അവൻ വരുമ്പോ ഞാൻ ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം, കർത്താവേ, കാഹളനാദം മുഴങ്ങുമ്പോ എന്റെ ചെവിയിൽ ഒന്ന് കേൾക്കണം കർത്താവേ. ഹല്ലേലൂയ. ചിലപ്പോ ഓർക്കുമ്പോ പേടിയാ. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ യോബിന്റെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, രാത്രിയിൽ ഗാഢനിദ്രയിൽ ഹല്ലേലൂയ അവൻ ദർശനത്തിൽ തന്നെ ചെവി തുറന്ന് പ്രബോധനങ്ങളെ ഹല്ലേലൂയ മുദ്ര വെക്കുന്നു. ചെവി തുറന്ന് പ്രബോധനം മുദ്ര വെക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, നാം അതിന് പ്രാപ്തരായിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രബോധനങ്ങളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മുദ്ര വെക്കത്തക്കവണ്ണം നമ്മുടെ ചെവികളെ തുറന്ന് അവന്റെ ശബ്ദമൊന്ന് നമ്മുടെ അകത്തേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ഇടയായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാഹള ശബ്ദം ധ്വനിക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം ധ്വനിക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ നമ്മുടെ ചെവികളിലേക്ക് അത് കടന്നു ചെല്ലുകയുള്ളൂ. കാര്യം തീർക്കുന്ന നാളിൽ ഒരു ശബ്ദമുണ്ട് കേട്ടോ, അത് കാഹളത്തിന്റെ ശബ്ദമാ, പ്രധാന ദൂതന്റെ ശബ്ദമാ, ദൈവത്തിന്റെ കാഹളമാ. അത് ഊതുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ധൈര്യത്തോടെ ഒന്ന് നിൽക്കുവാൻ. ഞാൻ വീണ്ടും അതിങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിന്റെ 30-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. ഹല്ലേലൂയ, കാര്യം തീർക്കുന്ന നാളിൽ എന്താ ധൈര്യത്തോടെ നിൽക്കേണ്ടത്? സ്തോത്രം. എങ്ങനെ കരങ്ങൾ ബലപ്പെടുന്നത്? അവിടെ പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നോക്കി, ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന് മതിൽ കെട്ടി, മതിൽ കെട്ടേണ്ടതിന്, ഹല്ലേലൂയ, സ്തോത്രം, മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ദിവസങ്ങളിൽ നാം വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. മതിൽ കെട്ടണം, കർത്താവിന്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കണം. എന്തിനു വേണ്ടി? ദേശം നശിക്കരുത്, പട്ടണങ്ങൾ നശിക്കരുത്. നമ്മൾ എത്ര പേർ മതിൽ കെട്ടുന്നുണ്ട്? നമ്മൾ എത്ര പേർ കർത്താവിന്റെ ഇടിവിൽ നിൽക്കുന്നുണ്ട്? കർത്താവേ, എന്റെ ദേശത്തെ നശിപ്പിക്കരുതപ്പാ. കർത്താവേ, എന്റെ പട്ടണത്തെ നശിപ്പിക്കരുതപ്പാ. നമ്മുടെ വീടിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വീടിന് ദിവസവും നമ്മൾ കോട്ട കെട്ടും, നമ്മൾ എന്നും മതിൽ പണിയും. ജീസസ്. ഹല്ലേലൂയ.
കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കും. ഹല്ലേലൂയ. കട്ടളക്കാൽ മേലും കുറുമ്പടി മേലും രക്തം പുരട്ടണമേ എന്ന് നാം പ്രാർത്ഥിക്കും. പക്ഷേ ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി ഹല്ലേലൂയ കാവൽക്കാരാ രാത്രി എന്താ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ ചെവികളിൽ ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ ധൈര്യത്തോടെ നിന്ന് പറയാമോ, ഹല്ലേലൂയ രാത്രി കഴിവാറായി, പ്രഭാതത്തിന്റെ സമയമായി. ഒരുവൻ കടലിന്റെ തിരമാലകളെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഹല്ലേലൂയ ഇതാ കടന്നു വരുന്നു. നിന്നെ മുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ, ലോകമാകുന്ന വൻ തിരയിൽ നീ മുങ്ങിത്താഴുവാൻ അനുവദിക്കാതെ, ഹല്ലേലൂയ പ്രതികൂല കാറ്റുകൾ കയറി നിന്റെ പടക് നശിച്ചു പോകുവാൻ ഇടവരുത്താതെ, നിന്നെ പൂർണ്ണമായി ഒന്ന് ചേർത്ത് കൊള്ളുവാനായി അവൻ കടന്നു വരുവാനുള്ള യാമം അടുത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ യാമത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി ഇടിവിലിരിപ്പാൻ ഒരു കൃപ സ്തോത്രം. അതിൽ നാം ഉണ്ട്, അതിൽ നമ്മുടെ തലമുറകളുണ്ട്, അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അതിൽ നമ്മുടെ അയൽവാസികളുണ്ട്. എങ്ങനെ ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും കണ്ടുകൂടാത്ത ഒരു അനുഭവത്തിലല്ലേ നാം വന്നു നിൽക്കുന്നത്? ഒരു ദൈവഭക്തനെ ഇഷ്ടമല്ല, ഒരു കൂട്ടായ്മക്കാർക്ക് ഇന്നൊരു കൂട്ടായ്മക്കാരെ ഇഷ്ടമല്ല. ഹല്ലേലൂയ വേർതിരിവുകളും ഹല്ലേലൂയ സ്തോത്രം ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും, ഞാൻ ചെറിയവൻ നീ വലിയവൻ എന്നുള്ള വലിയ ഹല്ലേലൂയ അന്തരംഗങ്ങളും കൊണ്ട് ആത്മീക കോളം നിറഞ്ഞിരിക്കുമ്പോൾ, പാവപ്പെട്ടവരായ ഒരു കൂട്ടത്തെ ദൈവം ആഗ്രഹിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, സിയോൻ ഹല്ലേലൂയ സ്തോത്രം ഫുൾ ഗോസ്പൽ മിനിസ്ട്രിയിലുള്ള നാം ഹല്ലേലൂയ ചിലപ്പോൾ അശക്തരായിരിക്കാം, ചിലപ്പോൾ വലിയ കൃപകളും ഹല്ലേലൂയ കൃപാവരങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കാം, വലിയ പരിജ്ഞാനമോ വലിയ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തവരായിരിക്കാം നാം. പക്ഷേ സ്വർഗം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു വിശ്വസ്തനായ ഒരുവനെ, കർത്താവിന്റെ മുൻപിൽ ഇടിവിലിരിപ്പാൻ ധൈര്യമുള്ള ഒരുവനെ, ഒരുത്തിയെ സ്വർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. ഈ അവസാന ദിവസങ്ങളിലും കർത്താവിന്റെ കാൽ വാതിക്കൽ വന്നിരിക്കുന്നത് മനസ്സിലാക്കുന്ന ചില സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഭൂകമ്പങ്ങളും ഭൂകമ്പത്തിന്റെ ശ്രുതികളും കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അവിടെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങ് ഓടിപ്പോകരുത്. ഹല്ലേലൂയ. നിങ്ങളെ തെറ്റിച്ച് കളയുവാൻ പല കാര്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ചഞ്ചലിച്ചു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യപുത്രന്റെ കാൽ വാതിൽക്കലായിരിക്കുന്നു, ഇത് ഈറ്റുനോവിന്റെ ആരംഭം അത്രേ എന്ന് ദൈവ ഹല്ലേലൂയ വചനം നമ്മളോട് വ്യക്തമായി പറയുമ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാരും പറഞ്ഞു മൂന്നാം യുദ്ധം വന്നു, ലോകം അവസാനിച്ചു, ഇനി ഒന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് നമ്മൾ വചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഇതല്ല ആരംഭം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞവരോട് സ്വർഗത്തിലെ ദൈവം ഇന്ന് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എന്റെ പ്രിയ പൈതലേ, നീ എന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നീ എന്റെ മുൻപാകെ ഇടിവിലിരിക്കണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ദേശത്തിന് വേണ്ടി നീ ഇടിവിലിരിക്കണം, പട്ടണത്തിന് വേണ്ടി ഇത് ഇടിവിലിരിക്കണം. നമ്മുടെ വിഷയം കഴിഞ്ഞിട്ട് എങ്ങനാ നമ്മൾ വിടുവിലിരിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് ഓരോ ദിവസവും പ്രശ്നം. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ പെട്ടെന്ന് പാസ്റ്ററിനെ വിളിച്ചു, പാസ്റ്ററെ ഇങ്ങനെ ഒരു അവസ്ഥയാ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ എന്റെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. ഇതാ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ഒത്തിരി ഹല്ലേലൂയ ദൈവത്തോട് അടുത്തു നിൽക്കുകയാണ്. നമ്മുടെ കാലഘട്ടങ്ങൾ നമ്മളിൽ നിന്ന് മാഞ്ഞു. ഏതു സമയവും നമ്മുടെ കർത്താവിന്റെ വരവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതിനു മുൻപ് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു തന്നെ ആകണം. പക്ഷേ ഇതൊന്നും ഒരു ദൈവജനത്തെ, ഒരു ദൈവ പൈതലിനെ ഹല്ലേലൂയ സ്തോത്രം തൊട്ടുപോകുന്നതല്ല. പിന്നെയോ നമ്മുടെ ഒരു ശുദ്ധീകരണ നാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹൃദയം ചഞ്ചലിച്ചു പോകാതെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ കണ്ണുകൾ ഹല്ലേലൂയ വേണ്ടാത്തിടത്ത് പോകാതെ, നമ്മുടെ കാലടികൾ തെറ്റിപ്പോകാതെ, നമ്മുടെ കൈകളിൽ കറകൾ ഉണ്ടാകാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിൽപ്പാൻ ഒരു ധൈര്യം വേണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ ഒന്ന് അന്വേഷിക്കുമ്പോൾ എനിക്ക് നിന്നെ കാണണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഈ കൂടിയിരുന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നോക്കുമ്പോൾ നിന്നെ എനിക്ക് കാണണം. എന്തിനു വേണ്ടി? ഇടിവിൽ നിൽക്കുന്നവളായി, ഇടിവിൽ നിൽക്കുന്നവനായി എനിക്ക് കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താഴ്ച. ഹല്ലേലൂയ. എത്ര പേർ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, 122 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, പറയുന്നുണ്ട്, യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവർ ദൈവത്തിന്റെ ജനമാണ്, അവർ വിശേഷപ്പെട്ട ജനമാണ്. പുത്രത്വം അവർക്കുണ്ട് എന്നും പിതാക്കന്മാരെല്ലാം അവരുടേതാണെന്നും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഹല്ലേലൂയ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, എത്ര പേർ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇതുവഴിയെല്ലാം നടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, എവിടെയാണെങ്കിൽ എല്ലാം ഒത്തിരി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയും, ഒരു മനുഷ്യനും പറയുന്നത് ഒന്നും മനസ്സിലാകത്തില്ല. ഇവിടെയുള്ളവർക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയത്തില്ല, ഇവരുടെ ഭാഷ തന്നെയാണ് അവർ പറയുന്നത്, നമുക്കൊന്നും പിടികിട്ടത്തില്ല. പക്ഷെ എങ്കിലും എന്റെ എതിരെ വരുന്നവരെ നോക്കിയിട്ട് ഞാൻ പറയും, എന്റെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം തെരഞ്ഞെടുത്ത ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് സ്പാനിയയിൽ വന്ന് മിഷണറി യാത്രയ്ക്ക് വന്ന് ഇവിടെ വിതച്ച വിത്തുകളുണ്ട്, സുവിശേഷത്തിന്റെ വിത്തുകളുണ്ട്. അത് നിനക്ക് വേണ്ടിയും കൂടെയാണ്. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെടണം. കർത്താവേ, ഈ പട്ടണത്തിൽ ഹല്ലേലൂയ ഈ തെരുവുകളിൽ കൂടി നടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കൊണ്ട് അതുവേ സാധിക്കത്തുള്ളൂ. ആരോടും പോയി ഒന്നും പറയാനോ ആർക്കും വേണ്ടിയിട്ട് ആരോടും നമുക്ക് കണക്ഷൻ ആകുവാനോ ഇല്ല. ഹല്ലേലൂയ, അത്ര എന്നാൽ ചെയ്യാൻ കഴിയുന്നത്, ഞാൻ ഈ തെരുവുകളിൽ കൂടി നടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ഈ പട്ടണം വിടുവിക്കപ്പെടണം. ഈ പട്ടണത്തിന് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്ന കർത്താവേ, എന്നെ ഒരു 3 മാസത്തേക്കാണ് കൊണ്ടുവന്നതെങ്കിലും ഈ 3 മാസത്തിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് വിതച്ചു വിട്ടുപോയ വിത്തുകൾ ഇപ്പോഴും കിടപ്പുണ്ട്, അനേകർക്ക് വേണ്ടി കിടപ്പുണ്ട്. അവരിലേക്ക് അത് എത്തിച്ചേരണം, സുവിശേഷം എത്തിച്ചേരണം. ഈ പട്ടണത്തിലെ മ്ലേച്ഛതകളെ എടുത്തു മാറ്റണം. ഹല്ലേലൂയ, നമ്മുടെ പട്ടണങ്ങളിലെ മ്ലേച്ഛതകൾ എടുത്തു മാറ്റപ്പെടണം. ഹല്ലേലൂയ, പാപ പ്രവർത്തികൾ നീങ്ങിപ്പോകണം. ഇടിവിൽ നിൽക്കുവാൻ എത്ര പേരുണ്ട്? നമ്മൾ ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം കർത്താവ് അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ദേശങ്ങളെ നശിപ്പിച്ചു കളയുമെന്നാണ് പിശാച് ഈ നാളുകളിൽ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത്. ദേശമല്ല, പട്ടണമല്ല, രാജ്യങ്ങളെ തുടച്ചു നീക്കിക്കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന അവസാന കാലഘട്ടങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നോക്കുകയാണ് നമ്മളെ, നമ്മൾ ഇടിവിൽ നിൽക്കുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ. കാര്യം തീർക്കുന്ന നാളിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? കർത്താവെ, ഞാൻ ഇടിവിൽ നിന്നതാ. കർത്താവെ, ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ തലമുറകൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിന്നത്, എന്റെ പട്ടണത്തിന് വേണ്ടിയും എന്റെ ദേശത്തിന് വേണ്ടിയും എന്റെ രാജ്യത്തിന് വേണ്ടിയും ഹല്ലേലൂയ ഭൂഖണ്ഡങ്ങൾ ഓരോന്നിനു വേണ്ടിയും ഞാൻ നിന്നതാ കർത്താവേ എന്നൊന്ന് പറയുവാൻ തക്കതായി ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം, ഇടിവിൽ നിൽക്കുവാൻ ഒരു അഭിഷേകം, ഒരു മതിൽ പണിയുവാൻ ഒരു അഭിഷേകം. നമ്മൾ അതിന് തയ്യാറാകുമ്പോൾ കർത്താവ് സെഖര്യാ പ്രവാചകൻ കൂടി പറയും, ഞാൻ നിനക്ക് തീമതിലായി ഇറങ്ങി വരും, തീമതിലായി ഇറങ്ങി വരും. തീമതിലായി ഇറങ്ങി വരുന്നവൻ നമ്മുടെ ഭവനത്തിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനും ദേശത്തിനും പട്ടണത്തിനും വേണ്ടി ഇറങ്ങി വരും. അത് തന്നെയാണ് ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലും അവിടെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. ക്ഷണവസ്ത്രം ധരിച്ച ഒരു പുരുഷനെ കയ്യിൽ മഷിക്കുപ്പിയുമായി കൊടുത്തു വിടുകയാണ്. ഹല്ലേലൂയ, കൂടെ മറ്റൊരു പുരുഷനുമുണ്ട്. ഹല്ലേലൂയ, അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോട് പറയുകയാണ്, നീ പോയി പട്ടണത്തിലുള്ള മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ നീ എന്ത് ചെയ്യണം? അടയാളമിടുക. ഈ ദിവസങ്ങളിൽ പ്രിയമുള്ള ദൈവജനമേ, സ്വർഗം നോക്കുന്നതാണത്, സ്വർഗം അന്വേഷിക്കുന്നതാണത്. കാര്യം തീർക്കുന്ന നാളിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഹല്ലേലൂയ, നീ ദേശത്തിലെ പട്ടണത്തിലെ മ്ലേച്ഛതകൾക്ക് വേണ്ടി നെടുവീർപ്പിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ദേശങ്ങൾ പട്ടണങ്ങൾ നശിക്കാതിരിക്കുവാൻ നീ മതിൽ കെട്ടുകയും എന്റെ സന്നിധിയിൽ ഇടിവിലിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുമോ? അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, പട്ടണത്തിലെ മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്നവരുടെ നെറ്റിയിൽ നീ അടയാളമിടണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
അവിടെ അതിന്റെ താഴെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, എഹെസ്കേലിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ഞാൻ കവിണ്ണു വീണു. അതിന്റെ 8-ാം വചനത്തിൽ പറയുന്നു, എല്ലാരെയും ഈ മഷിക്കുപ്പിയിൽ നിന്ന് അടയാളമിടാത്തവരെ എല്ലാം വെട്ടുവാൻ ഒരുവനെ വാളുമായി അയച്ചിട്ടുണ്ട്. അവൻ വെട്ടി വെട്ടി വരികയാണ്. അവസാനം 8-ാം വചനത്തിൽ പറയുന്നു, എല്ലാവരെയും കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തനായ ഒരുവനെ, ഇടിവെണ്ണേൽക്കുന്ന ഒരുവളെ സ്വർഗം ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ലോകം അവസാനിക്കാറായി എന്ന് പറഞ്ഞ് നാം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അലക്ഷ്യമായിരിക്കുവാനല്ല. ഹല്ലേലൂയ സ്തോത്രം. പല ശ്രുതികളും ലോകത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഇപ്പോൾ നശിപ്പിച്ചു കളയും, ഇപ്പോൾ കത്തിച്ചാമ്പലാക്കി കളയും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം വെല്ലുവിളിച്ചു നിൽക്കുന്നതിന്റെ മധ്യത്തിൽ നമുക്ക് ചില ദൗത്യങ്ങളെ സ്വർഗം വീണ്ടും ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പട്ടണങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് നെടുവീർപ്പിട്ട് നിലവിളിക്ക. വഴിയോരങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം തളർന്നു കിടക്കുന്ന പൈതങ്ങൾക്കായി നിങ്ങൾ നിലവിളിക്കുകയാ. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ നോക്കിക്കേ, കഞ്ചാവിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ സ്തോത്രം മ്ലേച്ഛകരമായ പാപങ്ങൾ നിമിത്തം പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും പട്ടണങ്ങളുടെ വീതികളിൽ തളർന്നു കിടക്കുന്നത് നാം കാണുന്നില്ലേ? ഹല്ലേലൂയ. കണ്ണുപോലും തുറക്കുവാൻ വയ്യാതെ ആരെങ്കിലും കൊണ്ടുവന്ന് ഹല്ലേലൂയ എടുത്തുകൊണ്ട് മാറ്റുന്ന അവസ്ഥയിലാണ് റോഡിൽ നിന്നും തെരുവുകളിൽ നിന്നും പെൺകുഞ്ഞുങ്ങളെ സഹിതം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൊച്ചി പട്ടണങ്ങളൊക്കെയും വല്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയിൽ യുവതലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നാം എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ വഴിത്തലയ്ക്കൽ തളർന്നു കിടക്കുന്ന പൈതങ്ങൾ. എന്താ തളർന്നു കിടക്കുന്ന പൈതങ്ങൾ? മയക്കുമരുന്നുകൾ ചെന്നിട്ട് ഹല്ലേലൂയ അവർക്ക് കണ്ണു തുറക്കുവാൻ പോലും കഴിയുന്നില്ല. ശരീരം കുഴഞ്ഞു പോകുന്ന അവസ്ഥകൾ. ഹല്ലേലൂയ സ്തോത്രം. വീടേതാണ്, നാടേതാണ്, റോഡേതാണെന്ന് അറിയാതെ കിടക്കുന്ന യുവതലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഹല്ലേലൂയ ഉത്തരവാദിത്തം സ്വർഗം നമ്മളിൽ തന്നിരിക്കുമ്പോൾ നാം വെറുതെ ഹല്ലേലൂയ ഇരിക്കുവാനുള്ളതല്ല. ഇനിയുള്ള കാലഘട്ടം അല്പം മാത്രം ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. എന്നാൽ കാര്യം തീർക്കുന്ന ഒരു നാളിൽ ദൈവസന്നിധി നാം നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു നെറ്റിയിൽ ഒരു അടയാളം വീഴപ്പെട്ടവരായി. ഹല്ലേലൂയ. ദൈവം നോക്കിയപ്പോൾ വിശ്വസ്തനെന്നും ഹല്ലേലൂയ ഇടിവി നിന്നവളെന്നും നിന്നവനെന്നും ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ഒരു അഭിവാദ്യം കേൾക്കുവാൻ പ്രാപ്തരായി നാം മാറേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമായി ദൈവജനമാകിയ നമ്മളോട് വീണ്ടും ആലോചന പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു വ്യത്യാസം ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാറ്റുവാൻ കർത്താവ് വലിയവനാ. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന ചില ഘട്ടങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉയരുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഞാൻ ഒത്തിരി ദൈവസന്നിധിയിൽ ചോദിച്ചൊന്നുമില്ല എന്താ കർത്താവ് എന്നൊന്നും. പലതരത്തിലും ദൈവം ഹല്ലേലൂയ ആത്മാവ് നമ്മളെ ഇങ്ങനെ ഹല്ലേലൂയ അവന്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ നിന്നപ്പോഴും ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപേ ഫൈസ്റ്റോൺ മിനിസ്ട്രിയിൽ ഞങ്ങൾ ഒരു 3 വർഷം ഒരുമിച്ച്, എല്ലാവരും പറഞ്ഞു കാണുമായിരിക്കും, സ്തോത്രം 3 വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിച്ചതാണ്. അവര് ബോംബെ കഴിഞ്ഞ് ഭുവനേശ്വറില് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. പാസ്റ്ററിന് അറിയാമോന്ന് എനിക്കറിയില്ല. ഹരിപ്പാടാണ് അവരുടെ സ്വദേശം. 3 കുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് അവിടെ ഓർഫണേജ് ഒത്തിരി വഴിത്തലയ്ക്കലെല്ലാം കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുപോയി ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ വളർത്തി അതുങ്ങളെ പഠിപ്പിച്ച് വലിയൊരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഫാമിലി. 3 കുഞ്ഞുങ്ങളാണുള്ളത്. അതിൽ ഇളയ മകൻ ഹല്ലേലൂയ 25 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്. കഴിഞ്ഞ ദിവസം അവരെ ഹരിപ്പാട് പ്രദേശങ്ങളിൽ മുറ്റത്ത് കൺവെൻഷനുകൾ നാട്ടിലും ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കടന്നു വന്നു. അപ്പനും അമ്മയും ഈ മോനുമായിട്ട്, ഈ കുഞ്ഞാണ് ഡ്രൈവ് ചെയ്ത് വന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്നു. ഹല്ലേലൂയ സ്തോത്രം ഇവിടെ വന്നു. ചില കൺവെൻഷനുകളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ചില ദിവസങ്ങൾ കൊണ്ടേ അവനിങ്ങനെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴെല്ലാം അവൻ പാടും, പോകുന്നേ ഞാനും എൻ ഗ്രഹം നോക്കി
എന്നേശുവോട് തുറങ്ങുവാൻ. ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു, എന്തോ അങ്ങനെയുള്ള എന്തോ പഠിച്ച് അവൻ 2 വർഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്തതാണ്. പക്ഷെ പിന്നത്തേതിൽ അവൻ അപ്പനെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയത്തില്ല ഡാഡി, എനിക്ക് മമ്മിയുടെ കൂടെ കുറച്ച് നാള് താമസിക്കണം. അങ്ങനെ ഒരു 2 വർഷമായിട്ട് അവൻ എല്ലാ ജോലിയെല്ലാം ഉപേക്ഷിച്ച് മാതാവിന്റെ കൂടെ വന്ന, അപ്പനും അമ്മയും എല്ലാവരും ഉണ്ട്, കൂടെ വന്ന അമ്മയുടെ കൂടെ നിന്ന് ശുശ്രൂഷകളിലെല്ലാം ഇവൻ എവിടെ പോണമെങ്കിലും എവിടെ വരണമെങ്കിലും മാതാപിതാക്കളെ കൊണ്ട് പോവുക, അതിനെല്ലാം പങ്കുവഹിക്കുക, എല്ലാം ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഇവർ ഈ നാട്ടിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഒരു നമ്മുടെ ഷാജിയം പോൾ പാസ്റ്ററിന്റെ അവിടെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവൻ അവിടെ പോണം എന്നുള്ള ഒരു ആഗ്രഹത്തില് അവിടെ കടന്നു ചെന്ന്, അവിടെ ചെന്നപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ ഓടി വന്ന് ഇവന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ നീ ഒരു യാത്രയ്ക്കായി ഒരുങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പൊ മാതാപിതാക്കൾ വിചാരിച്ച് ഇവൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോകാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരും ഒന്ന് അത് സ്തോത്രം പറഞ്ഞ് ഏറ്റുകൊണ്ടു തിരിച്ചു വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, മമ്മി ഞാൻ ചിലപ്പോ നേരത്തെ അങ്ങ് പോകും, അതുകൊണ്ട് ഡാഡിയോട് പറയണം കാറിന്റെ ഗ്ലാസ്സിലൊക്കെ ഈ കണ്ണാടി ഒട്ടിക്കാൻ. ഡാഡിക്ക് ചിലപ്പം ഈ സൺലൈറ്റ് ചൂടൊക്കെ കൂടുമ്പോൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് ഒട്ടിക്കണം. മമ്മി എനിക്ക് ഇച്ചിരി പൈസ ഇട്ടേക്കണം, അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഇവിടെയുള്ള ചില ഫ്രണ്ട്സുമായി അവർക്ക് ഇച്ചിരി ആഹാരം മേടിച്ചു കൊടുക്കണം, അതിനൂടെ എനിക്ക് ഇച്ചിരി പൈസ ഇട്ടേക്കണം. അപ്പൊ ഇവര് വിചാരിച്ചു ഇവൻ നേരത്തെ ഫ്ലൈറ്റിന് പോകാനാണ് എന്ന് വിചാരിച്ചിട്ട് അതിന് ഒരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല. അപ്പം പിതാവുമാ ചോദിച്ചെന്ന്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, അവനാണോ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ച് ഭാര്യയോട് ഇങ്ങനെ സംസാരിച്ചെന്ന്. അപ്പം സിസ്റ്റർ പറഞ്ഞെന്ന്, എനിക്കറിയില്ല, അവൻ ചിലപ്പോ നേരത്തെ പോകാനായിരിക്കും. എന്തിനു പറയണം? അങ്ങനെ പറഞ്ഞിട്ട് ഒരു 7 മണിയായപ്പം പറഞ്ഞു, മമ്മി ഞാൻ പോകുവാണ്, മമ്മി എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, മമ്മി ഭക്ഷണം കഴിച്ചു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, മോനെ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ല മമ്മി ഞാൻ വരില്ല, മമ്മി കഴിച്ചു. ആ പോയ കുഞ്ഞ് പിന്നെ ഡെഡ് ബോഡിയാണ് ആ വീട്ടിൽ വന്നത്. അവിടെ പുഞ്ചയിൽ പോയി കൂട്ടുകാരുമൊത്ത് പോയി അവര് മീൻ പിടിക്കാമെന്ന് കൊണ്ടുപോയി 11 മണിയായപ്പോൾ അവിടെ ചെന്നിവൻ കാൽ വഴുതി അതിനകത്ത് വീണ്. കുഞ്ഞിനെ ഇതിന്റെ ഒന്നും അറിയത്തില്ലല്ലോ, അവൻ നോർത്ത് ഇന്ത്യയിൽ വളർന്ന കുഞ്ഞല്ലേ. ആ സ്തോത്രം, കുഞ്ഞിനെ കിട്ടിയില്ല. വെളുപ്പാങ്കാലത്താണ് ആ ഡെഡ് ബോഡി കിട്ടുന്നത്. ആ സ്തോത്രം. ആ ഫ്യൂണറൽ സർവീസിന് ആ അപ്പനും അമ്മയും പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ ആ സ്തോത്രം, ഞങ്ങളെ ഈ ശുശ്രൂഷയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാചിന്റെ പണിയാണ്. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, അവൻ മുന്നമേ യാത്രയ്ക്കായി ഒരുങ്ങിയവനാണ്. അവൻ പാടുന്ന പാട്ടുകളെല്ലാം യാത്രയുടെ പാട്ടുകളായിരുന്നു. സ്തോത്രം സ്തോത്രം. 25 വയസ്സ് വരെ ദൈവം ഞങ്ങൾക്ക് തന്നെങ്കിലും അവൻ ഇന്ന് പ്രത്യാശയുടെ തീരത്ത് വിശ്രമിക്കുന്നു. സ്തോത്രം. മൂത്ത 2 കുഞ്ഞുങ്ങളും കണ്ണുനീരോടെ സാക്ഷ്യം പറഞ്ഞു, അവൻ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല, അവൻ ചെയ്യേണ്ട വേലയെല്ലാം ചെയ്തു തീർത്തിട്ടാണ് പോയത്. സ്തോത്രം. വളരെ പ്രത്യാശയുടെ വാക്കുകൾ. ഞങ്ങൾ ഇന്നും ശക്തിയോടെ ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ സ്തോത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ആ കുഞ്ഞിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് അവർ ഇവിടെ നിന്നും യാത്രയായത്. ഞാൻ എന്തിനിതിങ്ങനെ പറയുന്നെന്ന് പറഞ്ഞാൽ കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. അന്ന് നമ്മൾ നമ്മുടേതായ ചില സങ്കടങ്ങളും നമ്മുടെ ചില നഷ്ടങ്ങളും പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ ദൈവം ആഗ്രഹിച്ച തലത്തിൽ നമുക്കൊന്ന് നിന്ന് ആ പ്രത്യാശയുടെ തീരത്ത് ചെല്ലുവാൻ സാധിക്കയില്ല. ദൈവജനമേ, ഞാൻ അസ്വസ്ഥമായിട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും സംസാരിച്ചില്ല. ഒരു അടക്കമെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സിസ്റ്ററെ, താങ്ങുവാൻ ദൈവം കൃപ തന്നിരിക്കുന്നു. എന്റെ പൊന്നുമോനാ, ഇപ്പോഴും അറിയാം, ഫേസ്ബുക്കിലായാലും അവരുടെ DP-യിലൊക്കെ ഇട്ടിരിക്കുന്നത് കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ടിട്ട് എന്റെ പൊന്നുമോൻ എന്ന് പറഞ്ഞിട്ട്. എന്തുമാത്രം ഹൃദയം നോകും. എന്നാൽ അവർക്കൊരു പ്രത്യാശയുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ ആ കുഞ്ഞിനെ ഞങ്ങൾ കാണുമെന്നുള്ള പ്രത്യാശയോടെ ധൈര്യത്തോടെ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് ദൈവം ഈ ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയെ അവർ ശക്തിയോടെ ചെയ്യുവാൻ തക്കവണ്ണം വീണ്ടും അവർ ദേശം കടന്ന് പട്ടണം കടന്ന് ചെന്നിരിക്കുമ്പോൾ അതിലൊക്കെയും പഠിക്കേണ്ട, അതൊക്കെയും ചിന്തിച്ചപ്പോൾ നഷ്ടം. സ്തോത്രം. ഇത് വലുതല്ല. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഒന്നുകൂടെ പണിയപ്പെടുകയാണ്. ദൈവത്തോട് നമ്മളെ ഒന്നുകൂടെ ചേർക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഹിസ്കിയ രാജാവ് പറഞ്ഞതുപോലെ സമാധാനത്തിനായിട്ട് അല്പം കയ്പായത് എനിക്ക് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കയ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ
നമ്മുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളൊക്കെയും ഹല്ലേലൂയ നമ്മളെ തളർത്തിക്കളയാനല്ല, ദൈവത്തോടൊന്നുകൂടെ സമാധാനമാകുവാൻ, അവൻ നോക്കുമ്പോൾ ഒരു വിശ്വസ്തയെന്ന് കാണുവാൻ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ അവൻ നോക്കുമ്പോൾ അവന്റെ കണ്ണിന് മുമ്പിൽ ഹല്ലേലൂയ ഇവൻ കൊള്ളാകുന്നവൾ എന്ന് പറയപ്പെടുവാൻ തക്കവണ്ണം പാത്രമുള്ളവരായി തീരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നാം ക്രിസ്തുവിൽ ബലപ്പെട്ടുകൊണ്ട് നമുക്കുള്ള കുറച്ചു നാളുകളിൽ ആ കാഹള ശബ്ദം നമ്മുടെ ചെവികളിൽ ധ്വനിക്കണമെങ്കിൽ അപ്പൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം, നമ്മുടെ കൈകളൊന്ന് ബലപ്പെട്ടിരിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കുറ്റമില്ലായ്മ നമ്മുടെ കൈകളെ ഒന്ന് കഴുകിക്കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കാലടികളെ ഒന്ന് ശരിയാക്കിക്കൊണ്ട്, നമ്മുടെ കണ്ണുകളുടെ നോട്ടത്തെ ഒന്ന് നന്നാക്കിക്കൊണ്ട്, ഹൃദയത്തിന്റെ ചിന്ത വിചാരങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട്, കർത്താവിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ എത്ര പേർ ഈ ദിവസം ഒന്ന് സമർപ്പിക്കുക? ഒന്നുകൂടെ ഒരു സമർപ്പണം കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, നെഹെമ്യാവ് മതിൽ പണിയാൻ പോയി. ഹല്ലേലൂയ, സ്തോത്രം, മതിൽ പണിയാൻ പോയ നെഹെമ്യ, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ഹല്ലേലൂയ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതൊക്കെയും കേട്ടിട്ട് ഉറക്ക കരഞ്ഞെന്നാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ, അവന് വേറെ ഒന്നിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, വലിയ കഠിനാധ്വാനമൊന്നുമില്ലാത്ത ഹല്ലേലൂയ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവന് ഉറക്ക കരയേണ്ട ആവശ്യമില്ല, അവന് വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഇല്ല, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ പട്ടണം നശിക്കുന്നതും തന്റെ പട്ടണം ചുട്ടുകരിക്കപ്പെട്ടിരിക്കുന്നതും കേട്ടിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഇതാ അവൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ ഉറക്ക കരയുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തന്റെ കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, തന്റെ ജോലി വീണ്ടും തുടങ്ങുമ്പോഴാണ് രാജാവ് ചോദിക്കുന്നത്, നെഹെമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? നിന്റെ മുഖത്തെ എന്താണ് നിന്റെ പ്രശ്നം? സ്തോത്രം, ഹല്ലേലൂയ. ആ 2-ാം അധ്യായം 4-5 വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രാജാവ് ചോദിച്ച ചോദ്യത്തിന് എടുത്തു മറുപടി പറയുകയല്ല ചെയ്തത്. 4-ാം വചനത്തിൽ പറയുന്ന, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പറയുന്നത്, ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഹല്ലേലൂയ, സ്തോത്രം, പ്രാധാന്യത്വമുള്ള നാളുകളിലാണ് നാം വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഈ നാളുകളിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നാം നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നശിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, എവിടാണ് ഇടിവ് സംഭവിച്ചിരിക്കുന്നത്, എവിടാണ് വെന്തും ചുട്ടും കരിക്കപ്പെട്ട് പിശാചാക്കി തീർത്തിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഉറക്ക കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയ നെഹെമ്യാവിനോട് രാജാവ് ചോദിക്കുകയാണ്, നിന്റെ അപേക്ഷ എന്താണ്? ഓക്കെ, നിന്റെ പട്ടണം വെന്ത് ചുട്ടുകരിക്കപ്പെട്ടിരിക്കുകയാണ്, നിന്റെ പട്ടണം മതിലിടിക്കപ്പെട്ടിരിക്കുകയാണ്, എന്താ നിന്റെ ആവശ്യം? സ്തോത്രം. ഉടനെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്ര, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചാടിക്കേറി ഞാൻ രാജാവിനോട് പറഞ്ഞേനെ, രാജാവ് ഒരു 10 പേരെ വിട്ട് എന്റെ പട്ടണത്തിന്റെ മതിലെല്ലാം ഒന്ന് പണിത് തരണമെന്ന് പറഞ്ഞേനെ. എത്ര എളുപ്പമായിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ അപേക്ഷ ഇതാണ്, എന്റെ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ ചുട്ടുകരിക്കപ്പെട്ടിരിക്കുന്നു, നീ കുറച്ചു പേരെ കൊട്ടാരത്തിൽ നിന്ന് വിട്ട് അതെല്ലാം എനിക്കൊന്ന് ശരിയാക്കി തരണം. രാജാവ് ആളയക്കുമ്പോ അവിടെ പിന്നെ പ്രശ്നമില്ലല്ലോ, പ്രതികൂലമില്ലല്ലോ, ആരും ചോദിക്കയില്ലല്ലോ. പക്ഷേ ഹല്ലേലൂയ, അവൻ ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ നമ്മുടെ പേഴ്സണൽ മാറ്റർ ആയിരുന്നാലും, നമ്മുടെ ദേശത്തിന്റെ കാര്യമായാലും, നമ്മുടെ പട്ടണത്തിന്റെ കാര്യമായാലും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയമായാലും, നമ്മുടെ ശുശ്രൂഷകളായിരുന്നാലും, ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ഹല്ലേലൂയ, ഉടനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം, ഉടനെ ഒന്ന് ഇടിവിൽ നിൽക്കുന്ന സ്വഭാവം, ഉടനെ ഒന്ന് ദൈവത്തിന്റെ ആ ഒരു
കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഹല്ലേലൂയ നെഹെമ്യാവിന്റെ ജീവിതത്തിൽ കൂടി നാം പഠിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ നെഹെമ്യാവിന് വേണ്ടി രാജാവ് അവൻ ചോദിച്ചതെല്ലാം കൊടുക്കുകയാണ്. അവിടെ പോയി താമസിക്കേണ്ട അവന് വേണ്ടി അവന് താമസിക്കേണ്ട ഭവനം ഉണ്ടാക്കുവാനുള്ള തടി സഹിതം കൊടുത്ത് അവനെ വിടുന്നത് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കും. എന്നിട്ട് അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 4-ാം അധ്യായം അതിന്റെ 7-ാം വചനത്തിൽ പറയുന്നു, യെരൂശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും. ഒന്നോർക്കണമേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഹല്ലേലൂയ ബലപ്പെട്ട് നമ്മുടെ ദേശത്തിനും പട്ടണത്തിനും ഇടിഞ്ഞു കിടക്കുന്നതെല്ലാം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലൊക്കെയും ഇടിഞ്ഞതൊക്കെ അടയുന്നുവെന്നും ഹല്ലേലൂയ മതിലുകൾ പണി തീർന്നു വരുന്നുവെന്നും. ഇതെങ്ങനാ തീരുന്നത്? നമ്മുടെ പ്രാർത്ഥനയാൽ, നമ്മുടെ ആരാധനയാൽ, നമ്മുടെ ഐക്യതയോടുള്ള നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്താൽ ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ തകർന്നു കിടക്കുന്ന മതിലുകളെ പണിഞ്ഞു തുടങ്ങിയെന്ന് പണി തീർന്നു വരുന്നുവെന്നും ഇടിവുകൾ അടയുന്നു എന്നും കണ്ടപ്പോൾ ചിലത് ഉയരുവാൻ തുടങ്ങി, ചിലർക്ക് മഹാകോപം ജ്വലിക്കുവാൻ തുടങ്ങി. ഇതെങ്ങനെയെങ്കിലും പണി തീർക്കണമെന്ന് പറഞ്ഞ് ഇവളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഇവളുടെ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ അന്തരീക്ഷത്തെ തകർത്തു കളയണമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലോട്ട് ശത്രു ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളെ അടിക്കുമ്പോൾ അവിടെ ഹല്ലേലൂയ സ്തോത്രം കൂടെയുള്ളവരെല്ലാം പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ വളരെ ബലഹീനരായി തീർന്നു, ഇനി ഞങ്ങൾക്കൊരു പണി ചെയ്യുവാൻ തക്കവണ്ണമുള്ള ബലമില്ല. എന്നാൽ ഹല്ലേലൂയ നെഹെമ്യാവ് പറയുകയാണ്, ദുഷ്ടന്റെയും ശത്രുവിന്റെയും ആലോചനകളെ നിഷ്ഫലമാക്കിക്കൊണ്ട് നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് അവിടെ മതിൽ പണി പൂർത്തിയാക്കിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ദൈവജനമേ, ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനും ദേശത്തിനും നമ്മുടെ ഭവനത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഹല്ലേലൂയ നാം ഇടിവിൽ നിൽക്കുവാൻ തയ്യാറായാൽ, മ്ലേച്ഛതകൾക്ക് വേണ്ടി നെടുവീർപ്പിട്ട് കരയുവാൻ തയ്യാറായാൽ, വഴിത്തലക്കൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉറക്കെ കരയുവാൻ, യാത്രയുടെ യാമങ്ങൾ എഴുന്നേറ്റ് ഉറക്കെ കരയുവാൻ തയ്യാറായാൽ അവൻ നമ്മളെ ഹല്ലേലൂയ ചേർത്ത് കൊള്ളുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം ഞാൻ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, ദേവാലയത്തിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നു. അവനെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് കർത്താവ് കരം നീട്ടുവാൻ പറഞ്ഞു. അവന്റെ കരം സൗഖ്യമായി. പക്ഷെ ഇത് കണ്ടുനിന്ന മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഒന്നും ഇത് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്ന് അവരങ്ങ് ആലോചന കഴിക്കുകയാണ്. ഭ്രാന്ത് നിറഞ്ഞവര്. നിന്റെ പ്രാർത്ഥന ബലപ്പെട്ടു വരുമ്പോൾ നിനക്കെതിരെ ചില മഹാകോപങ്ങൾ ഉയരും. നിന്നെ തകർത്ത് കളയുവാൻ ശത്രു പലവിധത്തിലും ആഞ്ഞടിക്കും. ഹല്ലേലൂയ ഭ്രാന്ത് നിറഞ്ഞു പോലും ഹല്ലേലൂയ നിന്നോട് അടുത്തു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് യേശു രാത്രി മുഴുവനും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഒരു കൂട്ടം ഭ്രാന്ത് നിറഞ്ഞിട്ട് യേശുവിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചന ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് രാത്രി മുഴുവനും പ്രാർത്ഥന കഴിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽകാലം ദൈവജനമേ, നമുക്ക് ഒത്തിരി ഒന്നും കൃപകളും കഴിവുകളും ഒന്നും ഇല്ലെങ്കിലും ഹല്ലേലൂയ നമ്മുടെ കൂടാരത്തിന്റെ മറവിലിരുന്നു കൊണ്ട് ഹല്ലേലൂയ ദേശം നശിച്ചു പോകാതിരിക്കേണ്ടതിന് മതിൽ പണിവാനും ദൈവത്തിന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുവാനും ഹല്ലേലൂയ മാത്രമല്ല മ്ലേച്ഛതകൾക്ക് നിമിത്തം നെടുവീർപ്പിട്ട് കരയുവാനും തയ്യാറായാൽ കൊലയ്ക്കും കൊള്ളയ്ക്കും ഹല്ലേലൂയ പരസ്പരം കുത്തിക്കൊല്ലുന്നതിനൊന്നും യാതൊരു മടിയുമില്ലാത്തവണ്ണം മനുഷ്യൻ മൃഗത്തെക്കാൾ ഹല്ലേലൂയ ക്രൂരരായി തീർന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ രാത്രി വിളിച്ച് പറയട്ടെ, നമ്മളെ ദൈവം നോക്കുകയാ, നമ്മളെ ദൈവം നോക്കുകയാ. എത്ര പേർ ഇടിവിൽ നിൽക്കുന്നുണ്ട്, എത്ര പേർ നെടുവീർപ്പിട്ട് കരയുന്നുണ്ട്, എത്ര പേർ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ നിലവിളിക്കുന്നുണ്ട്.
ഹല്ലേലൂയ. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാമോ, നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? നമ്മൾ എവിടെയാണ് നിൽക്കാൻ പോകുന്നത്? ദാനിയേലിന്റെ പുസ്തകത്തെ 7-ാം അധ്യായത്തിൽ നാം നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച്, കാര്യം തീർക്കുന്ന നാളെ കുറിച്ച് ഒരു വെളിപ്പാട് ദാനിയേൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അവിടെ ഹല്ലേലൂയ ദാനിയേൽ കാണുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 9-ാം വചനത്തിൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്ര ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ സിംഹാസന അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഇതിന്റെ മുൻപിലാണ് കാര്യം തീർക്കുവാനായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ അടുത്ത് പറയുന്നു, ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് പോലെ പുസ്തകം തുറപ്പാൻ യോഗ്യനാരേ ഉള്ളൂ? നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. അറുക്കപ്പെട്ട കുഞ്ഞാട് അവൻ പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്, കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഹല്ലേലൂയ നാം നിൽക്കുന്നത് ഈ അഗ്നി നദിയിലാണ്. ഈ അഗ്നി നദിയിൽ നാം വെന്തു പോകാതിരിക്കണമെങ്കിൽ അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന അഗ്നി നദിയിൽ നിന്നുകൊണ്ട് ഈ ഹല്ലേലൂയ വിസ്താര സഭയിൽ പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നാം ആ നദിയിൽ അഗ്നി നദിയിൽ വെന്തു പോകാതെ ഹല്ലേലൂയ ഇരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കരങ്ങൾ കറയില്ലാതിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പുസ്തകം തുറക്കും. ഹല്ലേലൂയ. അവൻ 2 പുസ്തകം വെച്ചിട്ടുണ്ടല്ലോ, ജീവന്റെ പുസ്തകമെന്ന്, ഹല്ലേലൂയ, സ്മരണ പുസ്തകമെന്നും പേർ പറയുന്ന 2 പുസ്തകങ്ങൾ. അതിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർ ഹല്ലേലൂയ, സ്തോത്രം, നിത്യ ഗന്ധകത്തിലും തീയിലും ഹല്ലേലൂയ തള്ളപ്പെട്ടു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നാം വളരെ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടെ നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടെ പക്വപ്പെടുത്തി, ഒന്നുകൂടെ ദൈവകൃപയിലാക്കി തീർത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തത്തെ നാം ഒന്നുകൂടെ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെതായ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് നമുക്കൊന്നുകൂടെ ക്രിസ്തുവിങ്കിലേക്ക് നമുക്ക് വളരാം. അവിടെ പറയുന്നത് എന്താണ്? 1000 പേർ അവന്റെ മുൻപാകെ ഈ അഗ്നി നദിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ്. 10,000 പേർ ശുശ്രൂഷിക്കുകയാണ്. എന്റെയും നിന്റെയും കരങ്ങൾ ബലപ്പെട്ടിരുന്നാൽ, ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ, നാം അഗ്നി നദിയിൽ നിന്നുകൊണ്ട് നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവിനെ നമുക്ക് ശുശ്രൂഷിക്കുവാൻ സാധിക്കും. അവിടെ പറയുകയാണ്, 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു. അവന്റെ മുൻപാകെ നിൽക്കണമെങ്കിൽ അഗ്നി നദിയിൽ നിന്നുകൊണ്ട് വെന്തു പോകാതെ, കരിഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നെടുവിലിരിപ്പാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് വളർന്നു വരുവാൻ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒന്ന് വളർന്നു വരുവാൻ, ഹല്ലേലൂയ, നാം നമുക്ക് വേണ്ടി മാത്രം കരയുന്നവരായിട്ടല്ല, ദേശത്തിന് വേണ്ടി ഒന്ന് കരയുവാൻ, ഹല്ലേലൂയ, നശിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് കരയുവാൻ, മ്ലേച്ഛതകളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് കരയുവാൻ. സ്തോത്രം. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറക്കുന്ന ദിവസം. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് അവകാശം പറയാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് കഴുകാം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് കഴുകുവാൻ ഏൽപ്പിക്കാം. കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം, ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ദുഷ്ടതകളെ കഴുകിക്കളയുക. നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളും അത് നിങ്ങൾ ശുദ്ധീകരിക്കുക. ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ദിവസങ്ങളിൽ നമുക്ക് ഒന്നുകൂടെ ഹല്ലേലൂയ നമ്മുടെ അലക്ഷ്യ മനോഭാവങ്ങളെ എല്ലാം വിട്ടുവിട്ടിട്ട് ഹല്ലേലൂയ ഒന്നുകൂടെ പാസ്റ്റർ പറയുന്നത് പോലെ നമ്മളെ ഒന്ന് ദൈവം മുൻപാകെ നിർത്തുവാൻ, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ മുഴുവനായി ഒന്ന്, പകുതിയായിട്ടല്ല. ഹല്ലേലൂയ, നമ്മുടെ ഒരു ഭാഗം നമ്മൾ മനുഷ്യരെ കാണിച്ചെങ്കിൽ എല്ലാ പുറവും കാണുന്ന ഒരു ദൈവത്തിന്റെ മുൻപാകെയാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ചിന്തയോടുകൂടെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കാര്യം ഹല്ലേലൂയ, സ്തോത്രം, തീർക്കുന്ന നാൾ അത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ഈ 1 മണിക്കൂറോളം നാം കേട്ട എല്ലാം മറന്നുപോയാലും ആ ഒരു വാക്കാരും മറന്നു പോകരുത്. കാര്യം തീർക്കുന്ന നാൾ. കാര്യം
തീർക്കുന്ന നാൾ, ആ ദിവസത്തെ ഓർത്ത് നാം ഇപ്പോഴേ ഹല്ലേലൂയ നമ്മളെ ഒരുക്കുവാൻ നാം തുടങ്ങണം. നമ്മൾ ഒരുങ്ങാനുള്ള ദിവസങ്ങളാണ് ഇന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരുക്കത്തിന്റെ ഇടയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എവിടെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കി, അതിന്റെ ഇടിവുകളെ ഒന്ന് നികത്തി, മതിലുകളെ ഒന്ന് പണിത് തീർക്കുവാൻ തക്കവണ്ണം പണി തീരുന്നെന്ന് കാണുമ്പോൾ, ഹല്ലേലൂയ ഇടിവുകൾ അടയുന്നെന്ന് കാണുമ്പോൾ, നിനക്കെതിരെയും എനിക്കെതിരെയും ശത്രു മഹാകോപവുമായി എഴുന്നേൽക്കും. ഹല്ലേലൂയ നിർത്തുവാനും തകർക്കുവാനും അവൻ നോക്കും. പക്ഷെ അവിടെ നെഹെമ്യാവ് പറയുന്നത് എന്താണെന്നറിയാമോ? കുളിക്കാൻ പോയപ്പം പോലും എന്ത് ഉണ്ടായിരുന്നു? ആയുധം കരങ്ങളിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സർവ്വസമയവും പ്രാർത്ഥന എന്ന ആയുധം, വചനം എന്ന ആയുധം കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുകയാണെങ്കിൽ ഒരു വിളി കേൾക്കാൻ സാധിക്കും. പുസ്തകം തുറന്നു വെച്ചിട്ട് കർത്താവ് ഒന്ന് വിളിക്കും. അനുഗ്രഹിക്കപ്പെട്ടവളെ, അനുഗ്രഹിക്കപ്പെട്ടവനെ, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീ കയറിവാ എന്ന് പറയുന്ന ആ ഇമ്പമേറിയ ശബ്ദത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാമോ? രാജ്യം കൊന്തളിച്ചു മറിയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഭൂകമ്പങ്ങളും ഭൂമിയിൽ പല ഹല്ലേലൂയ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സംഭവിക്കുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, രാജ്യം രാജ്യത്തോടും ഹല്ലേലൂയ സ്തോത്രം ജാതി ജാതിയോടും എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്ക് അഗ്നി നദിയിലൊന്ന് നിന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് ശുശ്രൂഷിക്കണം. അഗ്നി നദിയിൽ നിന്ന് അവിടെ പറയുന്നത് ദാനിയേൽ ഈ കാഴ്ച കണ്ട് വീണു, നിലത്ത് വീണു. പക്ഷേ ഹല്ലേലൂയ ഇതാ ഒരുവൻ വന്ന് പിടിച്ചെഴുന്നേറ്റ് അവന് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്, അവന് വചനം കൊടുക്കുകയാണ്. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, അവന് വചനം കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നിവർത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വചനം ഭക്ഷിച്ച്, വചനം ധ്യാനിച്ച്, പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നാം ഒരുക്കുവാൻ മുൻനിൽക്കുമ്പോൾ, ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനായ ഒരു ദൈവമുണ്ട്. നമ്മളെ കൈവിടാത്തവനായ ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദിവസങ്ങളിൽ ഉണ്ടാകുന്ന നാശങ്ങളും നഷ്ടങ്ങളും, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കാണുകയുണ്ടായി, ഇസ്രായേലിൽ തീമഴ പെയ്യുവാൻ പോകുന്നു എന്ന്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഇടിവിൽ നിൽക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കുറവ് കാരണം നമ്മൾ നശിച്ചു പോകരുത്. നമ്മൾ നിമിത്തം ഒരു ദേശവും പട്ടണവും നശിക്കാതിരിക്കുവാൻ ദൈവസന്നിധി നമുക്കിരിക്കാം. കാര്യം തീർക്കുന്ന ഒരു നാൾ, അന്ന് നമുക്ക് ധൈര്യത്തോടെ മണവാളനെ എതിരേൽക്കുവാൻ നമുക്ക് നിൽക്കണം. ഹല്ലേലൂയ കാര്യം തീർക്കുന്ന നാൾ നമ്മുടെ കരങ്ങൾ കറയില്ലാതെ ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ മതിൽ പണിയുവാൻ തക്കവണ്ണം ഇടിവിൽ നിൽക്കുന്നവர்களായി നാം തീരണം. ഹല്ലേലൂയ സ്തോത്രം. അതിനായി സ്വർഗം നമ്മളെ ഒരുക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ